ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം, അതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ പറയുന്നുണ്ട്. ചില ദിവസങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകാദശി വരുന്നു, ഇപ്പോൾ ഏകാദശിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഷഷ്ടി വരുന്നു, അപ്പോൾ ഷഷ്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയും. കഥകളുണ്ടെങ്കിൽ പറയും. ആ പ്രത്യേകതകൾ, ഇപ്പോൾ നമ്മൾ നവരാത്രി നടക്കുന്നു, അപ്പോൾ നവരാത്രിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ ദിവസവും. ഇനിയിപ്പം വിനായക ചതുർത്ഥി വരുന്നുണ്ട്, ഷഷ്ടി വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ മഹാഭാരതത്തിലെ കഥകൾ പറയുന്നുണ്ട്. അതല്ലാതുള്ള കഥകളൊക്കെ നമ്മൾ പറയും. കഥകളുടെ കൂട്ടത്തിലുള്ള കഥകളൊക്കെ നമ്മൾ പറയും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ നമ്മൾ വെക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ ഒന്ന് പറയണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലമേ ആയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓർഡറിൽ പോകാം. കാരണം ഇന്ന ദിവസങ്ങളിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം ഭഗവത്ഗീത വെക്കാം. പിന്നെ 2 ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾ കഥകൾ വെക്കാം. ഇനിയിപ്പോൾ വിശേഷ ദിവസങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ച ദിവസം കഥ പറയാനായിട്ട് വെക്കുകയാണെങ്കിൽ, അന്ന് ഇപ്പോൾ ഏകാദശി പോലുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം ഭഗവാന്റെ കഥകൾ പറയുക. ആ കൂട്ടത്തിൽ ഏകാദശിയുടെ കാര്യങ്ങളും കൂടെ 2 വീഡിയോ ആയിട്ടൊക്കെ പറയാം. അതും ആ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെ ഞാനിന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഓർഡർ വെക്കാത്തതിൻ്റെ കാരണം, ഇപ്പം നമ്മളിപ്പോൾ വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ചയും ഭഗവത്ഗീത നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ വ്യാഴാഴ്ച ഏകാദശിയൊക്കെ കൂടെ വരുമ്പം ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഇതായി പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ വെക്കാഞ്ഞത്. പക്ഷേ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിങ്ങനെ എൻ്റെ സൗകര്യത്തിന് ഇട്ടുകൊണ്ടിരിക്കുകയും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഒരു ഓർഡർ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ വെക്കേണ്ടത്? ഏതൊക്കെ ദിവസങ്ങൾ കഥകൾ കേൾക്കാനാണ് നിങ്ങൾക്കിഷ്ടം? ഏതൊക്കെ ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു ലളിതാ സഹസ്രനാമവും കൂടെ നമുക്ക് ക്ലാസ്സുകളായിട്ട് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഏതൊക്കെ ദിവസം, പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ അതിന് പ്രത്യേകം വീഡിയോ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇടാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെ ദിവസമാണ് സൗകര്യമെന്നുള്ളത്. ഇപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയുടെ ക്ലാസ് വെച്ചാൽ കുറച്ചും കൂടി ആളുകൾക്ക് അതിരുന്ന് കേട്ട് എഴുതിയെടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊന്ന് പറയാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതുപോലെ ഇനി എന്തെങ്കിലും ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെങ്കിൽ, എനിക്കറിയാമെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയണമെന്നില്ല, അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നളദമയന്തിയുടെ കഥകളാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനത് പറ്റില്ല. കാരണം അതൊരു വലിയ കഥയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെയായിട്ട് പറയുന്നത്. അത് ആദ്യം മുതൽ എല്ലാവരും കേൾക്കണം. ഇനി ഒരു 2-3 തവണയും കൂടെ, എനിക്കൊന്ന് 2 തവണ കൂടെ പറഞ്ഞാലേ അത് തീരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഹാഭാരതത്തിലെ ആദ്യം മുതൽ നമുക്ക് മഹാഭാരതം പഠിച്ചു തുടങ്ങാം. കുറേശ്ശെയായിട്ട് ഓരോരോ കഥകളായിട്ട് പറയാം. ഇനിയിപ്പോൾ ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഞാൻ എന്തായാലും ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് ഇടാം, ഞായറാഴ്ച ദിവസം. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞായറും വ്യാഴവും ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നു. വ്യാഴാഴ്ച ഭഗവാന്റെ ദിവസമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും ഒന്ന് പറയൂ. എന്തൊക്കെ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തണം? ഇനി ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകത പറയുമ്പം ആ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഇപ്പം നവരാത്രിയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദുർഗാ സപ്തശ്ലോകിയൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു 7 തവണ പാരായണം ചെയ്യുന്നത് ഒന്നും കൂടെ നല്ലതാണ് ഒരു തവണയെക്കാട്ടിൽ. കാരണം ദേവി മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ദുർഗാ സപ്തശ്ലോകി പാരായണം ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാഘ നവരാത്രിയുടെ വീഡിയോയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയെടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ
ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ചൊവ്വയും വെള്ളിയൊക്കെ ലളിതാ സഹസ്രനാമം നിർബന്ധമായിട്ടും ജപിക്കണം. പക്ഷേ എല്ലാ ദിവസവും ഭഗവാനെ വിളിക്കണം, അത് നിർബന്ധമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്നുള്ള മന്ത്രം, കാരണം അതെല്ലാ ദിവസവും ജപിക്കണം. അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കണം. കാരണം അത് പരിപാലകനാണ്. നമുക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങൾ നമുക്ക് ദൈവം തന്നാലും, മറ്റേതൊക്കെ ദേവിമാർ, ഇപ്പം ലക്ഷ്മി ദേവി നമുക്ക് സമ്പത്ത് തരുന്നുണ്ടാകാം, അതല്ലെങ്കിൽ ലളിതാ ത്രിപുര സുന്ദരിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറ്റെല്ലാ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യുന്നുണ്ടാകാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഈ കിട്ടുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പോൾ സരസ്വതി ദേവി വിദ്യ നമുക്ക് തരുന്നുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ, നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അത് നിലനിന്ന് പോകണമെങ്കിൽ പരിപാലകനായ ഭഗവാൻ വാസുദേവൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്കിതൊക്കെ നിലനിന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ആ കൂട്ടത്തിൽ നമുക്ക് മറ്റ് ദേവന്മാരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാം, ദേവിമാരെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതാത് ദിവസങ്ങളിലെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അഗസ്ത്യമുനിക്ക് ഹയഗ്രീവനാണ് ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത്. ഹയഗ്രീവമൂർത്തി ആരാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഹയഗ്രീവമൂർത്തി. പരമേശ്വരൻ തൻ്റെ 3-ാം തൃക്കണ്ണിലെ ആ തൃക്കണ്ണ് തുറന്നപ്പോൾ ആ തീയിൽ വെന്ത് എരിഞ്ഞ കാമദേവൻ്റെ ശരീരഭസ്മത്തിൽ ചിത്രകർമാവ് നിർമ്മിച്ചതാണ് ഭണ്ഡാസുരനെ. മഹാദേവ പ്രസാദത്താൽ ഭണ്ഡാസുരന് ജീവൻ തിരികെ കിട്ടി, ഏറെ നാൾ വാണു. പക്ഷേ അഹങ്കാരത്തിൻ്റെ തനി സ്വരൂപമായി ദൈവനിന്ദ തുടങ്ങിയപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ലളിതാദേവിയാണ് ആ ദുഷ്ടനെ നിഗ്രഹിച്ചത്. അപ്പോൾ ആ ലളിതാദേവിയെ വർണ്ണിക്കുന്ന നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസാദചിത്തിയായ ആ ദേവി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുകയും ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ത്രിപുരസുന്ദരിയും ത്രൈലോക്യ മഹാറാണിയുമായ ലളിതാദേവിയെ മന്ത്രിണീ ദേവി ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നു. മന്ത്രിണീ ദേവിയുടെ 16 നാമങ്ങൾ ജപിച്ചാൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ 16 നാമങ്ങളാണ് സംഗീതയോഗിനി, രാജശ്യാമള, മന്ത്രനായിക, മന്ത്രിണി, സചിവ, ഈശാനി, പ്രധാനേശി, ശുഗപ്രിയ, വീണാവതി, വൈണകി, മുദ്രിണി, പ്രിയകപ്രിയ, നീപപ്രിയ, കദംബേശി, കദംബ വനവാസിനി, സദാമത. ഇതെല്ലാം മന്ത്രിണീ ദേവിയുടെ 16 നാമങ്ങളാണ്. ഈ നാമങ്ങൾ ജപിച്ചാൽ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശത്രുസംഹാരം നടത്തി രാജ്യരക്ഷ നിർവഹിക്കുന്ന ദേവിയാണ് ദണ്ഡിനി. ഈ ദേവിയുടെ 12 നാമങ്ങൾ ജപിച്ചാൽ ശത്രുബാധ ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആരാണ് ദണ്ഡിനി? നമ്മൾ പ്രാർത്ഥിക്കുന്ന വരാഹി ദേവിയാണ് ദണ്ഡിനി. അപ്പോൾ ദണ്ഡിനി ദേവിയുടെ 12 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഞ്ചമി, ദണ്ഡനാഥ, സങ്കേത, സമയേശ്വരി, സമയസങ്കേത, വരാഹി, ബോത്രിണി, ശിവ, വാർത്താളി, മഹാസേനാപ്യജ്ഞ, ചക്രേശി, അമഗ്നി. അപ്പോൾ ഈ നാമങ്ങളെല്ലാം ജപിച്ചാൽ, അതായത് ദേവിയുടെ 12 നാമങ്ങളാണ്, ഈ നാമങ്ങൾ ജപിച്ചാൽ ശത്രുബാധ ഇല്ലാതാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ നാമങ്ങളെല്ലാം നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? ലളിതാ സഹസ്രനാമത്തിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വലിയ വലിയ ഫലത്തെ പ്രദാനം ചെയ്യും, പ്രത്യേകിച്ച് ലൗകിക ജീവികൾക്ക്. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ നവരാത്രി ദിവസങ്ങളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം, അതല്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി ജപിക്കാം, അതല്ലെങ്കിൽ ഇത് രണ്ടും ജപിക്കാം. രാവിലെയും വൈകുന്നേരവുമായിട്ട് ജപിക്കാം. ഇപ്പോൾ രാവിലെ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ വൈകുന്നേരം ദുർഗാ സപ്തശ്ലോകി ജപിക്കാം. അപ്പോൾ നവരാത്രി സമയത്ത് ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം
മഹാദേവിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവതി തരും. പ്രാർത്ഥന ഒഴിവാക്കാതിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, പരമാവധി സമയം ജപിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ മുമ്പേ ചോദിച്ച ആ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയണം. ചില ദിവസങ്ങളായിട്ട് ക്രമീകരിച്ചാൽ നമുക്കത് എളുപ്പമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ ദിവസം വേണമെന്നൊന്ന് പറയുക. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ.